13ാമത്തെ കേരള മന്ത്രിസഭയിൽ 24ാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് വി.ഡി. സതീശൻ ഭരണമേൽക്കാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പ്രധാന തർക്കം ആഭ്യന്തരം ആരുടെ കൈകളിലേക്കെന്നാണ്. അപ്പോൾ എന്താണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേകത? നമുക്ക് നോക്കാം. കേരള സർക്കാരിന്റെ ഒരു സുപ്രധാനമായ ഭരണവകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനമാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രധാന ചുമതല. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള മറ്റു വകുപ്പുകൾ കേരള പോലീസ്, കേരള അഗ്നിശമന സേന, കേരള ജയിൽ വകുപ്പ്, ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ, കെമിക്കൽ എക്സാമിനേഷൻസ് ലബോറട്ടറി, കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ലിമിറ്റഡ്, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനം ഉൾപ്പെടെയുള്ള കേരള പോലീസിന്റെ സബോർഡിനേറ്റ് സർവീസ്, സ്പെഷ്യൽ റൂള്, സായുധ പോലീസ് സ്പെഷ്യൽ റൂൾസ്, അതിന്റെ ചിലവുകൾ, CRPFന്റെ അനുബന്ധ വിഷയങ്ങൾ, കേരള പോലീസിന്റെ മറ്റ് ഘടകങ്ങൾ, സബ് ജയിൽ ചട്ടങ്ങളും അവരുടെ ഭേദഗതിയും, ജയിലുകളുടെ ആധുനികവൽക്കരണം, സിവിൽ നിയമങ്ങളുടെ നടപ്പിലാക്കൽ, ഹൈക്കോടതി ജീവനക്കാര്യം, സബോർഡിനേറ്റ് കോടതി ജീവനക്കാര്യവും, NRI സെല്ല്, കമ്മ്യൂണിറ്റി പോലീസിംഗ്, സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ, പെട്രോളിയം ആക്ട് ആൻഡ് റൂൾസ്, ഹജ്ജ് തീർത്ഥാടനം, കേരള കായിക നിയമം, ഇന്ത്യൻ ആയുധ നിയമങ്ങളും ചട്ടങ്ങളും, ആയുധ ലൈസൻസ്, എക്സ് പൊസസീവ് ആക്ടുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വക്കേറ്റ്സ് ആക്ടുകളും, ലൗഡ് സ്പീക്കർ ലൈസൻസിങ്, യങ് പേഴ്സൺസ് ഹാം റൂൾ പബ്ലിക്കേഷൻ ആക്ട് തുടങ്ങിയവയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ പെടുന്നത്. ഇനി നോക്കാം ആരൊക്കെ ഈ വകുപ്പുകൾ കേരളത്തിൽ കൈകാര്യം ചെയ്തുവെന്ന്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, K കരുണാകരൻ, CH മുഹമ്മദ് കോയ, AK ആന്റണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണൻ, R ശങ്കർ, EK നയനാർ, രമേശ് ചെന്നിത്തല, പിണറായി വിജയൻ എന്നിവർ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി അല്ലാതിരുന്നിട്ടും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. അത് മുൻനിർത്തിയാണ് ഇപ്പോഴും ആഭ്യന്തരം ലഭിക്കണമെന്ന് രമേശ് ചെന്നിത്തല വാശി പിടിക്കുന്നത്.